ദ ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. മാരി കോണ്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എഴുതിയ പുസ്തകമാണ്. നെറ്റ്ഫ്ലിക്സിലൊക്കെയും അവരുടെ ധാരാളം ഷോകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പുസ്തകം എന്തുകൊണ്ട് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ കൂടെയും ധാരാളം ആളുകളാണ് മാരി കോണ്ടോയെ പിന്തുടരുന്നതും അവരുടെ വീഡിയോകൾ കാണുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ നെറ്റ്ഫ്ലിക്സ് ഷോകളെല്ലാം എങ്ങനെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാം, ഡീക്ലട്ടർ ചെയ്യാം, അല്ലെങ്കിൽ മാനേജ് ചെയ്യുവാൻ സാധിക്കുമെന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദ ആർട്ട് ഓഫ് ഡീക്ലട്ടറിങ് ആൻഡ് ഓർഗനൈസിങ്, അതാണ് ഈ പുസ്തകത്തിലെ പ്രധാന പരാമർശം. ഇവർ മുന്നോട്ട് വെച്ച ഈ ഓർഗനൈസ് ചെയ്യാനുള്ള ആശയങ്ങൾക്ക് പറയുന്ന പേരാണ് കോൺമാരി മെത്തേഡ്. മാരി കോണ്ടോ എന്നുള്ള പേരിൽ നിന്നുണ്ടായ ഒരിതാണ് കോൺമാരി മെത്തേഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പേരിന് അർത്ഥമൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ 2-3 പ്രാവശ്യമായി എൻ്റെ വീട് ഒക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വന്നു. ആ സമയത്താണ് എനിക്ക് ഈ പുസ്തകവും ആശയവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാര്യം ശരിയാണ്, ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈ മുറികളോ അല്ലെങ്കിൽ ഓഫീസുകളോ ഓർഗനൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ ടൈഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പുസ്തകത്തിൽ പറയുന്നത്. ഒരുപക്ഷെ ജീവിതത്തിലും ഒരു അച്ചടക്കം ഉണ്ടാകുവാനായിട്ട് ചിന്തകൾ നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയിലൊക്കെയും ധാരാളം ആളുകളാണ് ഇവരെ ഒരു കൺസൾട്ടൻ്റായി കാണുന്നത്. തങ്ങളുടെ വീടുകൾ ക്രമീകരിക്കുവാനും കാര്യങ്ങൾ മാറ്റുവാനുമെല്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ളതിന് പ്രൊഫഷണലായിട്ടുള്ള അഡ്വൈസും പിന്നെ ഈവൻ തുണികൾ മടക്കി വയ്ക്കുന്നതും അലമാരികൾ സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയും ധാരാളം വീഡിയോകൾ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു 6ഓളം സ്റ്റെപ്പുകളും പിന്നെ അതിൻ്റെ ഓർഡറായിട്ടൊരു 5 കാര്യങ്ങളുമെല്ലാം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ധാരാളം ഷോകൾ അവരുടെ വീഡിയോയിൽ കാണാറുണ്ട്. ഒരുപക്ഷെ വീടുകൾ ക്ലീൻ ചെയ്യുന്നതും അല്ലെങ്കിൽ സാധനങ്ങൾ അടക്കിപ്പറക്കി വയ്ക്കുവാനൊക്കെയും സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ വീഡിയോ പ്രയോജനപ്പെടും. അതല്ലെങ്കിൽ കൂടെയും സമയാസമയങ്ങളിൽ നമ്മുടെ വീടും പരിസരവും മുറിയുമെല്ലാം വൃത്തിയാക്കുമ്പോൾ ഈ ടെക്നിക്കുകൾ നമുക്ക് പ്രയോജനപ്പെടുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന ഗുണം. എന്തായാലും മോട്ടിവേഷണൽ ബുക്സിൻ്റെ കാറ്റഗറിയിലാണ് എനിക്ക് ഈ പുസ്തകം ലഭിച്ചത്. ഒരുപക്ഷെ ജീവിതത്തിലെ ഒരു ഡിസിപ്ലിൻ ഓർഗനൈസ്ഡ് ആക്കുവാനായിട്ട്, ഡീക്ലട്ടർ ചെയ്യുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ ടൈഡിങ് ആക്കുവാനായിട്ട് വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ് ഈ ചിന്ത ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ചിന്തയിലെ ഒരു പ്രത്യേകത എന്നുള്ളത് ഞാൻ ഉദാഹരണത്തിലൂടെ പറയാം. നാം നമ്മുടെ വീട് ക്ലീൻ ആക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വൃത്തിയാക്കുകയാണെന്ന് വിചാരിക്കുക, വസ്തുക്കളൊക്കെയും അടക്കി പറക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു മുറിയിൽ പോകുന്നു, ആ മുറിയിലെ സാധനങ്ങൾ എടുത്ത് ക്ലീൻ ആക്കുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു, പിന്നെ അടുത്ത മുറിയിൽ പോകുന്നു. അങ്ങനെ ഓരോ മുറിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും നാം കാര്യങ്ങളെ വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി ബൈ കാറ്റഗറി ആയിട്ടാണ് പുസ്തകത്തെ അല്ലെങ്കിൽ വസ്തുക്കളെ ഓർഗനൈസ് ചെയ്യേണ്ടത്. ഓരോ റൂമിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാതെ ഓരോ വസ്തുക്കൾ, ഒരു മുറിയിൽ ചെന്നൊരു വസ്തു എടുക്കുന്നു, അടുത്ത മുറിയിൽ ചെന്നൊരു വസ്തു എടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ വീട് ഓർഗനൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 6 സ്റ്റെപ്പുകൾ അവർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം. ഒന്നാമത് പറയുന്നത് കമ്മിറ്റ് യുവർസെൽഫ് ടു ടൈഡിങ് അപ്പ്. ഒരു വീട് ക്ലീൻ ആക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുറി വൃത്തിയാക്കുവാൻ പോവുകയാണെങ്കിൽ അതിനായി കമ്മിറ്റ് ചെയ്യുക. ഒരുപക്ഷെ എനിക്കും വളരെ രസകരമായി തോന്നിയ കാര്യമാണ്. കാരണം ഒരു വീട് വൃത്തിയാക്കാൻ അല്ലെങ്കിൽ മുറി വൃത്തിയാക്കുവാനായി പുസ്തകമൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ എന്തുകൊണ്ടോ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊന്നും ഇത് വലിയ വിഷയമല്ലെങ്കിലും ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ധാരാളം ആളുകൾ ഇവരെ ഫോളോ ചെയ്യുകയും ഇവർ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തീർച്ചയായും അതിശയം തോന്നി. അപ്പം ആദ്യം പറയുന്ന കാര്യമാണ് കമ്മിറ്റ് യുവർ സെൽഫ് ഫോർ ദിസ് ടാസ്ക്. 2, ഇമാജിൻ യുവർ ലൈഫ് സ്റ്റൈൽ. നമ്മളുടെ കാര്യം ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഏറ്റവും സ്യൂട്ടബിളായ രീതിയിലാണല്ലോ നാം ഓർഗനൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാം എപ്പോഴും പുസ്തകം വായിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എപ്പോഴും പുസ്തകം എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നാം എപ്പോഴും വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് നാം ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെ ക്രമീകരിക്കണം എന്നുള്ളൊരു ആശയമാണ് ഇതിവിടെ പറയുന്നത്. 3-ാമത്തേതാണ് ഫിനിഷ് ഡിസ്കാർഡിങ് ഫസ്റ്റ്. പുറത്ത് കളയേണ്ട അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ആദ്യം പുറത്തേക്ക് മാറ്റുവാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അവർ പറയുന്ന കാര്യമാണ്, നാം ഒരു വീട്ടിൽ നിന്ന് സാധനം പുറത്തേക്ക് എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. പല കാര്യങ്ങളും നമുക്ക് അത് കളയുവാൻ തോന്നില്ല. കുറേ കാലങ്ങളായി നാം ഉപയോഗിച്ച കാര്യമായിരിക്കാം, കുറേ കാലങ്ങളായി നമുക്ക് അത് പ്രയോജനം ചെയ്ത കാര്യമായിരിക്കാം. അപ്പോൾ നമുക്ക് കളയുവാനായിട്ട് തോന്നുകയില്ല. അപ്പോൾ പറയുന്നതാണ് ഓരോ വസ്തുവും, ഒരു പേനയായാലും പേപ്പറായാലും തുണിയായാലും കയ്യിലെടുക്കുമ്പോൾ അത് നമുക്ക് എത്രമാത്രം ജോയ് അല്ലെങ്കിൽ ആക്റ്റീവ് ജോയ്
എനർജി ഫീലിംഗ് നൽകുന്നുവെന്ന് ചിന്തിക്കുക. വല്ലാതെ സന്തോഷം നൽകുന്ന, വല്ലാതെ എനർജി നൽകുന്ന, പോസിറ്റിവിറ്റി നൽകുന്ന കാര്യമാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കരുത്. അല്ലാത്തതാണെങ്കിൽ തീർച്ചയായും ആ വസ്തു തനിക്ക് ഇത്രയും കാലം പ്രയോജനപ്പെട്ടുവല്ലോ എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡോടെ, നന്ദിയോടെ മാത്രമേ ആ വസ്തുവിനെ പുറത്തേക്ക് കളയാവൂ എന്നുള്ള ഒരു ആശയമാണ് അവർ പറയുന്നത്. വളരെ മാനേജറിയലായി അല്ലെങ്കിൽ സയൻറ്റിഫിക്കായി എല്ലാം പറയുന്ന ചിന്തകൾ തീർച്ചയായും നമുക്ക് ഗുണം ചെയ്യും. ഒരു കാര്യം വളരെ കൃത്യമാണ്, നമ്മുടെ മുറിയിൽ അല്ലെങ്കിൽ നാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണുന്ന അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമുക്ക് പോസിറ്റീവായ എനർജി നൽകുന്നുണ്ടോ എന്ന് തീർച്ചയായും ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് അറിഞ്ഞിരിക്കേണ്ടത്. നാലാമതായി അവർ പറയുന്ന സെൻട്രൽ പോയിൻ്റാണ് ടൈഡി ബൈ കാറ്റഗറി, നോട്ട് ബൈ ലൊക്കേഷൻ. ഏത് പുസ്തകം അല്ലെങ്കിൽ ആ കാറ്റഗറി പിന്നീട് പറയുന്നുണ്ട്. അഞ്ചാമത്താണ് ഫോളോ ദ റൈറ്റ് ഓർഡർ. ആ ഓർഡർ ഞാൻ പിന്നീട് പറയാം, ഏതെല്ലാമാണ് ആദ്യം എടുക്കേണ്ടത് പിന്നീട് എടുക്കേണ്ടത് എന്നുള്ളതാണ് അത് പറയുന്നത്. ആറാമത് ആസ്ക് യുവർ സെൽഫ് ഇഫ് ഇറ്റ് സ്പാർക്സ് ജോയ്. ഞാൻ പറഞ്ഞതാണ്, ഒരു വസ്തു എടുക്കുമ്പോൾ അത് എത്രമാത്രം എനർജി അല്ലെങ്കിൽ സന്തോഷം സ്പാർക്ക് ചെയ്യുന്നു, അതനുസരിച്ചാണ് നാം അതിനെ ഉപേക്ഷിക്കണമോ അത് തിരിച്ച് നമ്മുടെ ഷെൽഫിലോ അല്ലെങ്കിൽ നമ്മുടെ മേശയിലോ തിരിച്ച് റീറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ നാം ഓർക്കുക. ഒരുപക്ഷെ കൊട്ടാര സമുച്ചയങ്ങൾ പോലുള്ള വീടുകൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ഈ ഓർഗനൈസ് ചെയ്യുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിനൊക്കെ ആയിരിക്കാം ഇത് പ്രയോജനപ്പെടുന്നത്. എന്തായാലും ഈ പുസ്തകം വായിച്ചതുകൊണ്ട് അതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞിരിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിൻ്റെ ഒരു കാറ്റഗറി പറയുന്നുണ്ട്, ഏത് ഓർഡറിലാണ് നാം ഇതിനെ വൃത്തിയാക്കേണ്ടത്. ഒന്നാമത് പറയുന്നത് ക്ലോത്ത്സ്, തുണികൾ, പഴയ തുണികളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ തുണികളായിരിക്കാം. 2 ബുക്സ്, 3 പേപ്പേഴ്സ്, 4 കോമോനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസലീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലവക എന്നെല്ലാം പറയില്ലേ അതൊക്കെ. 5 സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള വസ്തുക്കൾ. ഇങ്ങനെ ഓർഡറാണ് പറയുന്നത്. ലോജിക്കും എല്ലാ കാര്യങ്ങളും പുസ്തകത്തിൽ വളരെയധികം വിശദമായി വിവരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ആർക്കെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്നും ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ആളുകൾ ചിന്തിക്കുകയും ചെയ്യുന്ന വിഷയമാണ് എന്നും പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്കറിയാം 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് പോലെയുള്ള ധാരാളം വീഡിയോകളെല്ലാം യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഷോ ആയി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നെറ്റ്ഫ്ലിക്സിലൊക്കെയും വല്ലാതെ പ്രചാരമുള്ള ഒന്നാണ് ഈ പുസ്തകമെന്നും മേരി കോണ്ടോയുടെ ചിന്തകളും കോൺമാരി എന്നുള്ള മെത്തേഡും എല്ലാം എന്നുള്ളത് തീർച്ചയായും അറിഞ്ഞിരിക്കുക. ഒരു പുതിയ അറിവ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ചിലർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തായാലും നാം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ 2 കാര്യം തീർച്ചയായിട്ടും ഓർക്കാം. 1 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകട്ടെ. 2 ഓർഗനൈസ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ വൈസ് ചെയ്യാതെ കാറ്റഗറി വൈസ് ചെയ്താൽ തീർച്ചയായും എഫിഷ്യൻസിയും ഒപ്പം തന്നെ ഏറ്റവും അധികം ഭംഗിയുമാക്കുവാൻ സാധിക്കും. എല്ലാവർക്കും നല്ല ഭാവങ്ങൾ നേരുന്നു.